പ്രാഗിലെ രണ്ടാം ദിവസം നമ്മൾ പോകുന്നത് ഒരു റോബോട്ടിക് ബാറും അവിടെ ഡ്രിങ്ക്സ് വിളമ്പുന്ന ഒരു റോബോട്ടിനെ കാണാനും പിന്നീട് ഫേമസ് ആയ ലോക്കൽ ഫുഡും ട്രൈ ചെയ്ത് അവിടുത്തെ ഒരു ഡാൻസിങ് ഹൗസും ഏറ്റവും വീതി കുറവുള്ള അലിയിലൂടെ ട്രാഫിക് ലൈറ്റ് അനുസരിച്ച് പോകുന്നതും ഇവിടുത്തെ പേടി സ്വപ്നമായ ഒരു ചാത്തൻ്റെ സ്ഥലവും അതുപോലെ സ്ട്രീറ്റ് ആർട്ടുകളുമുള്ള ലെനൻ വോളും എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ റൊട്ടേറ്റിംഗ് ഹെഡും ഐഫിൽ ടവറിനേക്കാളും ഹൈറ്റുള്ള ഈ ടവറിൻ്റെ മേളിൽ കയറിയുള്ള വ്യൂവും പ്രാഗിലെ ഓൾഡസ്റ്റ് ട്രാമിൽ കയറി ലെറ്റ്ന പാർക്കിലെ ലൈവ് ഡിജയും സൈക്കിൾ സ്റ്റണ്ടും ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റും കാണുന്ന ഈ പ്രാഗ് വ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓക്കെ, വെൽക്കം ഗായ്സ്. അങ്ങനെ പ്രേഗിൻ്റെ സെക്കൻഡ് ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു റൊട്ടേറ്റിംഗ് ഹെഡ് കാണാൻ. ഇവിടുത്തെ ഒരു ഐറ്റമാണ്, കാരണം ഇവിടുത്തെ ആൾക്കാരുടെ ഡിസൈനും എല്ലാം കൂടെ ചേർന്നുള്ളതാണ്. നമുക്ക് ഓൾറെഡി പ്രേഗ് ആക്റ്റീവാണ്. ആൾക്കാരെല്ലാം ഓൾറെഡി ഇത് കണ്ടോ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഓരോ സ്ഥലങ്ങൾ തപ്പി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളും അതിൻ്റെ കൂടെ തന്നെ ഞാനും ചാടിയിട്ടുണ്ട്. അപ്പോൾ നേരെ ആ റൊട്ടേറ്റിംഗ് ഹെഡ് കാണണം. രാവിലെ ഓർക്കണം 4:30 ആയപ്പോൾ എണ്ണി 3:50 എണ്ണീറ്റത്. എന്നിട്ടൊരു 4:30 ആയപ്പോൾ ഇവിടെ വന്ന് ഈ സൺറൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു ടവർ പോലുള്ളതുണ്ട്. ഇവിടെ പുറകിലൊരു വലിയ കാസിലുണ്ട്. അവന് കണ്ടത് അവിടെ ബിൽഡിങ് പണിയുന്നൊരു ടവറുണ്ട്, അതിൻ്റെ വണ്ടയ്ക്ക് വരാനാണ്. എന്നാലും ഒത്തിരി ആളുകളൊന്നും ഇല്ലാതെ ചാൾസ് ബ്രിഡ്ജിൽ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കാം ഫീലിങ്ങും സൈലൻസും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ പോയേക്കാം. ഞാൻ ആ റൊട്ടേറ്റിംഗ് ഹെഡ് കാണാൻ പോകുന്ന വഴിയിൽ തന്നെ കണ്ടു ഈ ഒരു ബിൽഡിംഗ് കണ്ടു. ഇതുപോലെ ഒത്തിരി നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകൾ ഇവിടെ കാണുന്നത്. ഓക്കെ, അങ്ങനെ ഓടിപ്പടച്ച് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഒരുമാതിരി നല്ല ആൾക്കാരാണ്. നിങ്ങൾ നോക്കി, സ്റ്റാർട്ട് ചെയ്യാൻ വെറും 3-4 മിനിറ്റോടെ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ. റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇതാണ് റൊട്ടേറ്റിംഗ് ഹെഡ്, അഥവാ ഫ്രാൻസ് ഫൊഫ്കെ അങ്ങനെ എന്തോ ഇതിന് പറയുന്നത്. ഇത് ബിൽറ്റ് ചെയ്ത ആളുടെ പേരായിരിക്കും. 2014 ഇത് ബിൽറ്റ് ചെയ്തേക്കുന്നത്. 11 മീറ്റർ ലോങ് ആണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 42 സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടോ ആ ഓരോന്ന് തട്ട് കണ്ടോ, അതാണ് 42 സ്റ്റീൽ എന്ന് പറഞ്ഞത്. ഈ 42 എണ്ണവും അതിൻ്റേതായ, അതായത് സ്വതന്ത്രമായിട്ട് അതിന് നീങ്ങാൻ പറ്റും. ഇൻഡിപെൻഡൻ്റായിട്ട് അത് മൂവ് ചെയ്യും. അത് പല ആംഗിളുകളിൽ മൂവ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. അന്നേ കാലത്ത് തന്നെ പുതിയ ഒരു വെറൈറ്റി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അവർ ചെയ്ത ഒരു ഐഡിയ ആയിരുന്നു ഇത്. 15 മിനിറ്റാണ് ഇതിൻ്റെ ഈ ഷോ നടക്കുന്നത്. എല്ലാം 1 മണിക്കൂറിലും നടക്കുകയും ചെയ്യും. രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 9-11 മണി വരെയെങ്കിലും ഇത് കാണും. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വിശക്കാൻ. അപ്പോൾ ഇവിടുത്തെ തന്നെ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കി വന്നപ്പോൾ ഇവിടെ ഒരു റിപ്സിൻ്റെ കടയുണ്ട്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതിന് വേണ്ടി വന്നാൽ ഇപ്പോൾ ഈ കടയാണ്. ഈ കടയുടെ അകത്തോട്ട് കയറുക. കൊള്ളാം. അതുപോലെ ഈ കടയിൽ ഡിസ്കൗണ്ട് കിട്ടാൻ ഒരു ഗെയിം തന്നെ ഉണ്ട്. അത് ഞാൻ ബില്ലിംഗ് ടൈമിൽ കാണിച്ചു തരാം. ഇതൊക്കെ കൊള്ളാമല്ലേ. We will start with the poutine, and then you also have the beef spare ribs, right? Spare ribs? Yeah. Okay, thank you. You can eat mine or I give you plate. Sure. എനിക്കിവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മാംഗോ ലെമണേഡാണ്, പ്രത്യേകിച്ച് ഈ ചൂടത്ത് വന്ന് കുടിക്കുമ്പോൾ. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നത് ഈ പുട്ടീനാണ്. പുട്ടീൻ പുൾഡ് പോർക്കും പിന്നീട് ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള ബീഫും ഉണ്ടോ ഇതുമാണ് പറഞ്ഞേക്കുന്നത്. ചിക്കൻ വിങ്സ്. പിന്നീട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് തന്നെ ഇത് ബീഫ് സ്പെയർ റിബ്സാണ്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ആ മജ്ജയൊക്കെ വന്നേക്കുന്നുണ്ടോ. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് കഴിച്ചോളൂ. അങ്ങനെ പുട്ടീൻ പോർക്ക് വന്നിട്ടുണ്ട്. പുട്ടീനും പിന്നെ ഷ്രെഡ് ചെയ്തിട്ടേക്കുന്ന പോർക്കും പിന്നെ ഇതിനകത്ത് ജാലപ്പീനോ അതും ഉണ്ട്. അടുത്ത സ്പെയർ റിബ്സ് കഴിച്ച് നോക്കാം. അതുപോലെ ഇവിടെ ഒരു സാധനമുണ്ട്. നമുക്ക് ഇവിടെ ഈ കാണിക്കുന്ന മീറ്ററിൽ നമ്മൾ കറക്റ്റ് 10 സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് €10 ഓഫ് കിട്ടും.
ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെങ്കിൽ അവർ ഇത് ഒരിക്കലും ഇവിടെ വെക്കത്തില്ലല്ലോ. ട്രൈ ചെയ്ത് നോക്കാം. ഓ 10.13. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ ഡാൻസിങ് ഹൗസ് എന്ന് പറഞ്ഞ ഹൗസാണ്, അത് കാണാൻ പോകും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുന്ന് മെട്രോ എടുത്ത് വേണം പോകാൻ. അപ്പോൾ അതിനിപ്പോൾ സ്കാൻ ചെയ്യണം. നേരെ മെട്രോയിലോട്ട് ഇറങ്ങാൻ പോവാം. അങ്ങനെ യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും ലോങ്ങസ്റ്റ് എസ്കലേറ്ററിൽ ഞാൻ ഒന്നുകൂടെ കയറിയേക്കുവാണ്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ സബ്വേ കയറിയിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഇത് കൊള്ളാം. ഇവരുടെ ഇത് സത്യം പറഞ്ഞാൽ 2 നില താഴെയായിട്ടാണ് വരുന്നത്. അതായത് ഇതിന് മേളിലൊരു നിലയുണ്ട്, അതിൽ കൂടെ A ട്രാക്ക് പോകും. അതിൽ നിന്ന് പിന്നെയും കുഴി പോലെ താഴോട്ട് ഇറങ്ങിയിട്ട് വേണം B ട്രാക്ക് പോകാൻ. അപ്പോൾ എന്തോരം താഴ്ചയിൽ B ട്രാക്ക് ഒന്ന് നോക്കണം. അത് രണ്ടും മേളിൽ കൂടെ പോകും, ഇത് താഴെ കൂടെ പോകും. ഓൾറെഡി അണ്ടർഗ്രൗണ്ടിൽ 2 ലെയർ. ഇവരെ സമ്മതിച്ചു കേട്ടോ. ഇവരെ ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഒക്കെ കൊള്ളാം. നല്ല ഓക്കെ, സ്റ്റോപ്പായിട്ടുണ്ട്. ഓക്കെ, കൊള്ളോവൽ ഇപ്പം വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഏറ്റവും മേളിൽ പോയി എക്സിറ്റ് ചെയ്യണം. എക്സിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആ ബിൽഡിങ്ങിന് തൊട്ടടുത്തൊരു വന്നു, പക്ഷേ ഇതുവരെ അത് കാണാൻ ഞാൻ കൂട്ടാക്കുന്നില്ല. കാരണം ഇത് തന്നെ, നിങ്ങൾ ഈ ബിൽഡിങ്ങുകളിലൊന്ന് കണ്ടേ, എന്തോ രസമാണ്. എനിക്കറിയത്തില്ല, ഇവന്മാർക്കൊക്കെ പ്രാന്ത. അങ്ങനെ കറക്റ്റ് ഞാൻ ഡാൻസിങ് ഹൗസിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഈ ഡാൻസിങ് ഹൗസ് എന്ന് പറയുമെങ്കിലും ഇതൊരു ഹോട്ടലാണ്. ഇതിൻ്റെ ശരിക്കുള്ള വ്യൂ പറയണമെങ്കിൽ ദൂരെ നോക്കണം. ഈ വളഞ്ഞു നിൽക്കുന്നത് ഇതൊരു പെണ്ണായിട്ടാണ്. അപ്പോൾ അത് ഡാൻസ് ചെയ്യുന്ന എന്നൊരു ഡിസൈനിലാണ് ഇത് മൊത്തം പണിതേക്കുന്നത്. ഓക്കെ, അടുത്ത ഇനി 17 കയറി നമ്മൾ ലെനൻ വോള് കാണാനാണ് പോകുന്നത്. അപ്പോൾ അതിന് ഇവിടുന്ന് ട്രാം കയറണം. ട്രാം എന്ന് പറയുമ്പോൾ ഇതുപോലെ റോഡിൻ്റെ നടുക്കൂടെ പോകുന്നതാണ്. രണ്ട് സ്റ്റോപ്പേ ഉള്ളൂ. 2 സ്റ്റോപ്പ് കയറി കറക്റ്റ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ലെനൻ വോള് കാണാനായിട്ടാണ്. അവിടെ അടുത്ത് തന്നെ ബാക്കിയുള്ളതൊക്കെ ആയിട്ട് കാണാൻ. എനിക്കിപ്പോൾ ഇറങ്ങാനുള്ള സ്ഥലമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് വേണം അങ്ങോട്ട് നടക്കാനായിട്ട്. ഈ പോകുന്ന വഴിക്ക് തന്നെ റോബോട്ട് നടത്തുന്ന ഒരു ബാറും കൂടെ ഉണ്ട്. ഓക്കെ, അങ്ങനെ റോഡ് ഇപ്പോൾ ഇപ്പത്തോട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഈ റോഡ് ക്രോസ് ചെയ്തതിൻ്റെ ഈ സൈഡിൽ തന്നെ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട്. അതുകൂടെ കാണാമെന്ന് വിചാരിച്ചു. ഇതുകൊണ്ട് ഇത് പഴയ ട്രാമാണ്, അതിപ്പോഴും അവർ യൂസ് ചെയ്യുന്നുണ്ട്. അത് നന്നിറങ്ങുന്നുള്ള വ്യൂ ഉണ്ടോ. ആ ദൂരെ കാണുന്നതാണ് ക്യാസിൽ. അത് നമ്മൾ അടുത്ത ദിവസം എന്തായാലും അവിടെ തന്നെ പോകുന്നുമുണ്ട്. ഓക്കെ, അടുത്ത നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് റോബോട്ടിക് ബാർ എന്ന് പറയുന്നത്. ഇപ്പം റോബോട്ടാണ്, നമുക്ക് ഇതൊക്കെ എടുത്ത് തന്നെ കള്ളും കാര്യങ്ങളൊക്കെ നമുക്കത് കണ്ടു പോകാം. ഞാൻ കയറും അകത്തോട്ട്. ഈ അകത്തോട്ട് കയറി പോകുന്ന ഈ ലൈറ്റിംഗ് ഒക്കെ ഫ്യൂച്ചറിസ്റ്റിക് രീതിയിലാണ് ചെയ്തേക്കുന്നത്. നമുക്കിവിടെ ഇതുണ്ടോ ഈ മെഷീന്, ഇവിടെ നിന്ന് നമുക്ക് ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബോട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതെടുത്ത് അവിടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അവിടെ നിന്നൊരു ബാർടെൻഡർ നമുക്കതെടുത്ത് ഇവിടെ കൊണ്ട് തന്നു തരും. കൊള്ളാം. അത് കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നേരെ അടുത്തത് അങ്ങനെ ലെനൻ വോൾ കാണാൻ വേണ്ടിയാണ് വന്നത്. അപ്പോഴത്തേന് അതിൻ്റെ ഈ അടുത്ത് തന്നെ ഇവിടുത്തെ ഏറ്റവും നാരോ ആയിട്ടുള്ള ആല്, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ നടക്കുന്ന പാതയുള്ളൂ, അതിൽ കൂടെ പോകണം. അത് ഇങ്ങോട്ടും പോകണം, ലെനന് അങ്ങോട്ടും പോകണം. എന്നാൽ പിന്നെ ഓർത്തുനിന്ന് ഇവിടെ പോയിട്ട് പിന്നീട് ബാക്കിയുള്ള ലാസ്റ്റ് സൈഡ്, അപ്പോൾ അങ്ങനെ പോകാമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കണ്ട് വന്നപ്പോഴത്തേന് ഞാൻ ഇത് കണ്ടത് പെയിൻറ്റിങ്. കൊള്ളാമല്ലേ? എന്ത് രസമാണ് അർജുന. അങ്ങനെ ഞാനിപ്പോൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഇതുണ്ടോ, 1 വേ ആണ്. അതുപോലെ തന്നെ ഇവിടെ ലൈറ്റൊക്കെ കാണിക്കും, ട്രാഫിക് ലൈറ്റ് കിട്ടുമ്പോൾ നമുക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇത്രയും ശകലം കറക്റ്റ് ഒരാൾക്ക്. ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ വഴിയാണെങ്കിൽ പോലും ഇത് ഒഫീഷ്യൽ ആകാത്തതിൻ്റെ കാരണം ഇതൊരിക്കലും ഒരു സിറ്റി ആയിട്ട് രജിസ്റ്റർ ആയിട്ടില്ല, അതുകൊണ്ടാണ്. ഓ, ഇതിനകത്തോടെ ഭയങ്കര ഒരു ശ്വാസം മുട്ടൽ പോലെ ചെറിയൊരു ഇതാണ് കേട്ടോ. ഇതുണ്ടോ, എല്ലാവരും വരുന്നതാണ്. കൊള്ളാം കേട്ടോ. അതൊക്കെ എന്തൊക്കെ സംഭവമല്ലേ. ഇത് ഈ 2 വോളിന് ഇതിപ്പുറത്തെ ഒരു തടിയുടെ എന്തോ ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ അതിന് തീ ഇങ്ങോട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സെപ്പറേറ്റ് ആക്കിയതാണ് അന്നത്തെ കാലത്ത്. അല്ലെങ്കിൽ മൊത്തത്തിൽ ബിൽഡിംഗ് മൊത്തം കത്തിപ്പോൾ അപ്പുറത്തോടെല്ലാം ഹൗസിങ്ങുകൾ. ഈ ഫയർ എക്സിറ്റ് കാരണം വലിയൊരു തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുമുണ്ട്. ഓക്കെ, ഇങ്ങനെ നടന്നിങ്ങനെ വന്നപ്പോഴത്തേന് ഇവിടെ സൈഡിലൊരു ബ്രിഡ്ജും അതിൻ്റെ താഴെ തന്നെ വെള്ളമൊക്കെ നല്ലൊരു വ്യൂ. കൊള്ളാമല്ലോ. ആ കാണുന്നതാണ് ബോട്ടിൻ്റെ സ്റ്റോപ്പ്. അവിടുന്ന് നമുക്ക് ആൾക്കാർക്ക് വന്ന് കയറാനും പറ്റും. ഇതാണ് ഡെബിൾസ് കനാൽ. ഇവിടെ ഒരു ഗോബ്ലിനുണ്ട്. നാട്ടിലെ നമ്മുടെ ലോക്കൽ യക്ഷിയുടെ കൂട്ട് ഇതും ചുണ്ണാമ്പ് ചോദിക്കുക എന്നാണ് പറയുന്നത്. എന്താണ് ഈ യക്ഷികൾക്ക് ചുണ്ണാമ്പുമായിട്ടുള്ള കണക്ഷൻ? നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേ.
ഓക്കെ, അങ്ങനെ ഇതാണ് ലെനൻ വാൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ജോൺ ലെനൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പുള്ളി ഇവിടുത്തെ ഗവൺമെൻറ് കൊന്നു കളഞ്ഞാണ്. അപ്പോൾ അതിനെതിരെയായിട്ട് ഇവർ ഈ വോളിൽ ഒരാൾ വന്നിട്ട് എഴുതി വെച്ചു. ഒരു ബീറ്റിൽസ് ആർട്ടിസ്റ്റിൻ്റെ അവരുടെ സോങ്ങിൻ്റെ ലിറിക്സ് വെച്ചാണ് ഇവിടെ എഴുതി വെച്ചത്. അത് ഗവൺമെൻറ് വന്ന് റിമൂവ് ചെയ്യുകയും ചെയ്തു. പക്ഷേ പിന്നീടും ആൾക്കാർ എഴുതി അങ്ങനെ അത് പിന്നീട് കൊല്ലങ്ങളോളം സെഞ്ച്വറീസ് ഇതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ ഇത് എത്ര റിമൂവ് ചെയ്താലും ഇവിടെ ഓരോ ആൾക്കാരും വന്ന് എഴുതാൻ തുടങ്ങി. പിന്നീട് അങ്ങനെ കമ്മ്യൂണിസത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ സാധാരണ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വെക്കുന്നതും എല്ലാം. ഇപ്പോൾ എന്ത് ഫ്രീഡമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമുക്കിവിടെ വന്ന് ഇപ്പം അങ്ങനെ വലിയ പെയിൻറ്റുകൾ ഉപയോഗിച്ചൊന്നും പറ്റില്ല. ഇപ്പം മാർക്കർ, പെൻസിൽ അങ്ങനെയൊക്കെ വെച്ച് എഴുതാനേ പറ്റത്തുള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ രാവിലെയൊക്കെ വന്ന ആൾക്കാരൊക്കെ എല്ലാത്തിനകത്തൊക്കെ എഴുതാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്ന് എഴുതുകയും ചെയ്യാം. ശരിക്കും ദാഹിച്ചിട്ട് പോയായിരുന്നേ. അപ്പം തന്നെ സൈഡിലൊരു കഫേ ഒരു ലെമണേഡ് മേടിച്ചു കുടിച്ചു. ഭയങ്കര ഒരു ആശ്വാസം ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇവിടെ ചൂസ് ചെയ്യുന്നത് കാരണം ഉണ്ടെന്നുണ്ട്. ഇതിൽ കൂടെ പോയാൽ വണ്ടി പോകുന്നത് കാണാനും പറ്റും. നമുക്ക് ഇവിടുന്ന് തന്നെ വണ്ടി കയറി പോകേണ്ടത്. ആ സമയം കൊണ്ട് ഞാൻ ഈ സിറ്റിയുടെ ഭംഗിയൊക്കെ ആസ്വദിക്കുമായിരുന്നു. എന്ത് രസമാണ് കാണാൻ. എനിക്ക് പ്രാഗിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു സെൻറ്റർ പോയിന്റിൽ നിന്ന് ഒരു 20 മിനിറ്റ്സ് മതി മിക്ക സ്ഥലങ്ങളിലോട്ടും പോകാൻ. എനിക്ക് എൻ്റെ സ്വന്തം നാട് കൂട്ട് പെട്ടെന്ന് കാണാൻ പഠിക്കാൻ പറ്റി ഒരു ദിവസം കൊണ്ട് പ്രാഗ് ഫുള്ള്. നമുക്ക് പോകാനുള്ള വണ്ടി എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ നേരെ പോകാൻ പോകുന്നത് ഐഫിൽ ടവറിനേക്കാളും ഹൈറ്റുള്ള പെട്രിൻ എന്ന് പറഞ്ഞ ടവറുണ്ട് ഇവിടെ. അതൊരു വലിയ ലുക്ക് ഔട്ട് പ്ലേസാണ്. നമുക്കത് കാണാൻ പോകാം. അയ്യോ, അങ്ങനെ ഇപ്പം ബസ്സേ വന്ന് ഇറങ്ങി. ഇവിടെ നിന്ന് മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഒരു ചെറിയൊരു മല കൂട്ട ഞാൻ കാണിച്ചു തരാം. ശരിക്കും ഇതിൻ്റെ മേളിൽ ചെന്ന് കയറാൻ നമുക്ക് ട്രാം ഉണ്ട്, ഒരു സാധനമുണ്ട് കയറാനായിട്ട്. നമ്മളാണല്ലോ പോകുന്നത്. അതുകൊണ്ട് അത് ക്ലോസ്ഡാ. ഇനി അത് സെപ്റ്റംബറിലേ തുറക്കത്തുള്ളൂ. ഒരു വിധത്തിൽ നടന്ന് ഇതിൽ മേളിലെത്തിയാലെന്താ അങ്ങനെ അവസാനം അത് കാണാൻ പറ്റിയല്ലോ. അയ്യ ശരിക്കും നോക്കിയേ, ഇതാണ് ഐഫിൽ ടവർ കൂട്ടുള്ള ഇവിടുത്തെ ടവർ. ഞാനെന്നാൽ പെട്ടെന്ന് ടിക്കറ്റ് എടുക്കട്ടെ. ഇനി 10 മിനിറ്റും കൂടെ ഉള്ളൂ, പിന്നെ അവർ ടിക്കറ്റ് തരത്തില്ല. രാവിലെ 9 തൊട്ട് വൈകിട്ട് 7 മണി വരെയാണ് വിസിറ്റിംഗ് ടൈം. ഓക്കെ, അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ കയറാനായിട്ട് ഒരാൾക്ക് 250 കൊടുത്താൽ സ്റ്റെയറിൽ കയറാം. അല്ലാന്നുണ്ടെങ്കിൽ 400 കൊടുക്കണം. നമ്മൾ എലിവേറ്ററിൽ മേളിൽ കൊണ്ടുപോവുകയും ചെയ്യും. Steps or elevator? എലിവേറ്റർ. Okay. Well, take you right away. ഇതൊരു ചെറിയൊരു എലിവേറ്ററാണ്, എന്നാലും മേളിലെത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഭയങ്കര എക്സൈറ്റഡാണ് ഇവിടെ നിന്നുള്ള വ്യൂ എന്താണെന്ന് കാണാൻ. എനിക്ക് പ്രാഗ് താഴേന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് മേളിൽ നിന്നൊന്ന് ഫുള്ളൊന്ന് കാണണമെന്നുണ്ട്. അതിന് വേണ്ടി മാത്രം ഇവിടെ വന്നേക്കുന്നത്. രക്ഷയില്ല, ഇവിടുന്ന് പ്രാഗ് ഫുള്ള് കാണാവുന്ന രീതിയിലുള്ള വ്യൂ. ശരിക്കും ഇത് ഐഫിൽ ടവറിനേക്കാൾ ഹൈറ്റ് ഉണ്ട്. പക്ഷേ ടവറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഹൈറ്റ് ഇല്ല. ഇത് കുന്നിൻ്റെ ആയതുകൊണ്ട് ഇതിനാണ് ഹൈറ്റ് കൂടുതലെന്ന് പറയുന്നത്. പിന്നെ പണ്ട് മിലിറ്ററി ഇവിടുന്ന് ഒരു വാച്ച് ടവറായിട്ട് നോക്കിക്കൊണ്ട് താഴെ എന്തൊക്കെ നടക്കുന്നു എന്നൊക്കെ യുദ്ധകാലത്തും അല്ലാത്ത സമയത്തും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ഇത് മെയിൻലി യൂസ് ചെയ്ത്. നമ്മളിവിടുന്ന് നേരെ കാണുന്നത് ചാൾസ് ബ്രിഡ്ജാണ്. എന്ത് ഭംഗിയാണ് ഇവിടുന്ന് ദൂരെ നിന്ന് കാണാനില്ലേ. അങ്ങനെ എന്തായാലും നടന്ന് താഴെ എത്തി. പക്ഷേ തിരിച്ച് നടക്കാൻ വലിയ പാടില്ലായിരുന്നേ. ഇപ്പുറത്ത് റോഡുണ്ടായിരുന്നു. ആ റോഡ് വഴിയാണ് നടന്നു വന്നത്. അതുകൊണ്ട് സ്റ്റെപ്പില്ലാത്തതുകൊണ്ട് പതി നടന്നു വന്നപ്പോൾ ഇങ്ങനെ എത്തി. ഇനി ഇവിടുന്ന് നേരെ ലെറ്റ്ന എന്ന് പറഞ്ഞ പാർക്കിലോട്ടാണ് പോകുന്നത്. അതൊരു വ്യൂ പോയിൻ്റ് കൂട്ടാണ്. നല്ല രസമുള്ള അവിടെ പോയിരുന്ന് സൺസെറ്റും എല്ലാം കാണാനും ഒക്കെ നല്ലതാണ്. ഈ പാർക്ക് എന്ന് പറയുന്നത് തന്നെ മലയുടെ മണ്ടയ്ക്കാണ്. അവിടെ DJയും പല കാര്യങ്ങളും ഉള്ള ഒരു വെറൈറ്റി പാർക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഞാൻ ഇനി യാത്ര ചെയ്യുമ്പോൾ ഈ പഴയ ട്രാമിലാണ്. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാം, നല്ല ക്ലീനാണല്ലേ. ഇതെന്ത് നല്ല രീതിയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അതുപോലെ നടന്ന് കാണാൻ താല്പര്യമില്ലെങ്കിൽ ഇതുപോലെ ബസ്സിലോ ട്രാമിലോ ഒക്കെ കയറി ഈ സിറ്റിയിലെ പഴയ ബിൽഡിങ്ങുകളും കണ്ട് ചുമ്മാ പോയാൽ മതി. അങ്ങനെ വരെ നമുക്ക് പ്രാഗ് ഇഷ്ടപ്പെടും. അതുപോലെ ഇപ്പം പോകുന്ന ഈ സ്ഥലത്തോട്ടൊരു ഭാഗ്യമുണ്ട്. നടന്നൊന്നും കയറണ്ട, നേരെ ട്രാം അവിടെ ചെല്ലും. അങ്ങനെ ഈ പാർക്കിലോട്ട് നടന്നെത്തി. ഇപ്പോൾ ഒരു ചെറിയ ഫൗണ്ടെയിൻ പോലൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയൊരു വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി ഈ പാർക്കിൻ്റെ സെക്കൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ സ്കേറ്റിങ്ങും സൈക്കിൾ സ്റ്റണ്ടും ഒക്കെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലമാണ്. എല്ലാ ദിവസവും വരും. മിക്കപ്പോഴും ഫെയിലാണ്. പക്ഷേ ഈ 2 സക്സസ് ആയിരിക്കും ഒരു ദിവസം കിട്ടുന്നത്. അതിനുവേണ്ടി എല്ലാ ദിവസവും വരും.
ഞാൻ ഇതുപോലെ ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പേരെ പരിചയപ്പെടുകയും അവരുടെ സ്റ്റോറീസും അവരിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. പ്രാഗ് എന്നെ പഠിപ്പിച്ചത് നിങ്ങൾ എന്താഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ ഇടയ്ക്ക് വീണു പോകാം, എന്നാലും എണീറ്റ് ആ ചിരിച്ച മനസ്സോടുകൂടി തന്നെ ട്രൈ അഗെയിൻ. ഞാൻ അങ്ങനെ ഈ പാർക്കിൻ്റെ മേളിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ മൊത്തം എല്ലാവരും ഭയങ്കര വൈബ്, എല്ലാവരും ബിയറും ഒക്കെ ആയിട്ട് വന്നിരുന്ന് ആസ്വദിക്കാൻ വേണ്ടി തന്നെ വരുന്നൊരു പ്ലേസ്. ഇത് തന്നെ ഉണ്ടോ, നിങ്ങൾ ഈ ഒരു വ്യൂ ഉണ്ടോ ഇവിടുന്ന്? എല്ലാവരും ബിയറും ഒക്കെ എടുത്ത് വന്ന് എല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്യാൻ വന്നിരിക്കുക. പകൽ ആ തിരക്കിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് റിലാക്സ് ചെയ്ത് സൺസെറ്റും കണ്ടിരിക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെ അത്. പിന്നെ ഇവിടെ താഴെ എന്തൊക്കെയോ DJയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രീ ആയിട്ട് DJ ഒക്കെ കാണാം. ഇതുണ്ടോ, എല്ലാവരും സെറ്റാണ് ഇവിടെ. ഡാൻസ്, DJ. ഓ, ഈ ഒരു വ്യൂ പോയിന്റ് ആയിരുന്നു DJ ഒക്കെ ആയിട്ട്. അങ്ങനെ ഒത്തിരി എൻജോയ് ചെയ്ത പ്രാഗിൻ്റെ സെക്കൻഡ് ഡേയും കഴിഞ്ഞിരിക്കുന്നു. നാളെയാണ് ലാസ്റ്റ് ഡേ. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ മിസ്സാകാതിരിക്കും. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്നും കമൻറ്റ് ചെയ്യുക. അതുവരെ എല്ലാവർക്കും ബൈ.